ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് മാൽദീവ്സിലെ ഡേ 3 ഇൻ മാൽദീവ്സ്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാരാസെയിലിംഗ്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും വരുന്നില്ല, ഞാനും നിവയും മാത്രമേ പോകുന്നുള്ളൂ, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് ഈവനിങ് വാക്കിനും പിന്നെ ഇവിടെ ഒരു അടുത്തിനൊരു ബിക്കിനി ബീച്ച് ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോകണം, മാഫുഷിയിൽ തന്നെ. അപ്പോൾ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് ഇവിടെ മാഫുഷി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനും നിവയും മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും ഇവിടെ ഹോട്ടലിൽ തന്നെയാണ് റെസ്റ്റ് എടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളതൊക്കെ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും പോകാമെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. പാരാസെയിലിംഗ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മാഫുഷി തന്നെയാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ മമ്മി പറഞ്ഞിട്ടാണ് നമ്മളും ഈ വിൻഡോ കൂടെ നോക്കുന്നുണ്ടായിരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പൂളിൽ ഇവരാരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന ദിവസം വന്ന ദിവസം തന്നെ രാത്രി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി പൂളിൽ ചാടി. മമ്മിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു, എന്നാലും മമ്മീനെയും ഇറക്കിയിട്ടു. ലാസ്റ്റ് ഈ സംഭവത്തിൻ്റെ ട്യൂബിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് മമ്മീനെ കൊണ്ടുപോകണ കാഴ്ചയാണ് കാണുന്നത്. മമ്മി പണ്ടൊക്കെ അവരുടെ അടുത്ത് കുളമോ എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മമ്മി നീന്തിയിട്ടുണ്ടെന്നൊക്കെ മമ്മി പറയണം, ദൈവത്തിനറിയാം. അതൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു ഉച്ചയ്ക്ക് 2:30 പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ 2:30 2:45 നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ വന്ന ഒരു കപ്പിൾസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരും കൂടി നമ്മുടെ കൂടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവർ വേറെ ആണ്, നമ്മൾ വേറെയാണ്. അപ്പം നമ്മളിതുപോലെ തന്നെ ഈ ബഗ്ഗിയിലാണ് അവരവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. അപ്പോൾ ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവരവിടെ കൊണ്ടുവന്ന് ഇറക്കും. അതിനുശേഷം നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ചെയ്തു തരും. അപ്പോൾ അവരുടെ ഓഫീസ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ പറയുകയാണ് ഇന്ന സംഭവങ്ങളൊക്കെ വേണമെന്ന് പറയുന്നത്. അവർ ആക്ച്വലി പാരാസെയിലിങ്ങും ജെറ്റ് സ്കീ മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ പിന്നെ ഒരു പാക്കേജ് പോലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പാരാസെയിലിംഗ്, ജെറ്റ് സ്കീ, ഫൺ ട്യൂബ്, പിന്നെ കയാക്കിങ്, ഇങ്ങനെ എത്ര സംഭവമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവർ നമ്മളെ ലൈഫ് ജാക്കറ്റും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വേണ്ടി ഇടിപ്പിച്ചതിന് ശേഷം ഇവർ നമ്മളെ ഒരു ബോട്ടിൽ കയറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 സെറ്റായിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് പാരാസെയിലിംഗ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് അവരാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഓൾറെഡി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാരാസെയിലിങ്ങിന് പോയിട്ട് വരാട്ടോ. അങ്ങനെ അവർ ഇതേ പോവാണ്. ഒരു ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമൊക്കെയായിരുന്നു, ബലൂൺ പോലത്തെ സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ മുൻപ് ദുബായി പോയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങനെയായിരുന്നില്ല. സീഷോറിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്ന ഒരു പാരാസെയിലിംഗ് പോലത്തെ സംഭവമായിരുന്നു. എന്നാൽ പാരാസെയിലിംഗ് തന്നെയാണ് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ടൈപ്പ് ഓഫ് പാരാസെയിലിംഗ് ആണല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ആ കയറ്റുന്ന സ്ഥലത്ത് നമ്മളൊരു എഡ്ജിൻ്റെ അവിടെ വെച്ചിട്ടാണ് സംഭവം കയറുന്നത് കേട്ടോ. അത് കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ അവർ പോണ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് സ്ലോ ആണ് പോകുന്നത്, അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. എങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഈ കടലിൻ്റെ മുകളിലാണല്ലോ, എത്ര ധൈര്യം. അപ്പം എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാൻ അത്ര പേടിയില്ല. അതെനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഭയങ്കര ഹൈറ്റുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് അത്ര പേടിയില്ല. എനിക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോകണതാണ് പേടി. അത് നിങ്ങൾ സ്നോർക്കലിംഗ് ടൈമിൽ കണ്ടതാണല്ലോ. അപ്പം അങ്ങനെ അവരുടെ കഴിയാറായപ്പോഴേക്കും നമ്മളുടെ സെറ്റപ്പൊക്കെ ചെയ്തു. നമ്മളുടെ സംഭവങ്ങളൊക്കെ ചെയ്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു. മറ്റേ സേഫ്റ്റീൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇവരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇവർക്ക് അത്രയും ഉറപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു ഇവരധികം റിപ്ലൈ ഒന്നും തരുന്നില്ല. ഞാനിത് ടൈറ്റ് ആണല്ലോ ചേട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി ഒന്നും റിപ്ലൈ ഒന്നും തരുന്നില്ല. അതിന് അവർക്ക് ഈ ചെയ്ത് ഭയങ്കര ഇതായതുകൊണ്ടായിരിക്കും. അവർ നമ്മളുടെ പേടിയൊന്നും അത്ര കണക്കിലാക്കുന്നില്ല. അവർക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മളുടെ ടേണും വന്നെത്തി. നമ്മളിത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എഡ്ജിൽ നിന്ന് കയറുന്ന സംഭവം എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ മുകളിലോട്ട് പോകണമെന്ന് എനിക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. കാരണം അതത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അവരത് ഇറങ്ങാറായി, അവരിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് പുള്ളി അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വലിക്കുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു എഡ്ജിൻ്റെ അവിടെ നിന്ന് കയറുന്നത് കുറച്ചൊരു പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു കൺഫ്യൂഷനിൽ അവിടെ നിൽക്കുന്നത്. പിന്നെ കൈ എവിടെ പിടിക്കണം എന്നുള്ള സംഭവം എനിക്ക് അത്രയും പെട്ടെന്ന് മനസ്സിലായില്ല. പുള്ളി അത് പിന്നീടാണ് പറഞ്ഞത്. അവരിങ്ങനെ ഒരു നീല പോലത്തെ ഒരു സംഭവം അതിന് തൂക്കിയിട്ടുണ്ടല്ലോ, അതുമ്മയാണ് പിടിക്കേണ്ടതെന്നുള്ള സംഭവം. അപ്പോൾ വേറെ സ്ഥലത്തൊന്നും നമ്മളോട് പിടിക്കരുത്, അതുമ്മ പിടിച്ചിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇതേ അവർ പറഞ്ഞ നേരം കൊണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ട് പോയിട്ടോ. നമ്മൾ പറഞ്ഞ് ഇതേ സ്റ്റാർട്ട് എന്ന് പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ പോയി. അപ്പോൾ നമ്മൾ അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ്
അപ്പോൾ അവരാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മോൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈൻഡ് സെറ്റാണ്. ബാക്കിയുള്ള ആളുകളും അവിടെ പാരാസൈലിംഗ് ഒക്കെ ചെയ്യുന്നത് കണ്ട്, മാൽദീവ്സിൻ്റെ ഭംഗി കണ്ട്, മാഫുഷിൻ്റെ ഭംഗി കണ്ടിട്ട് അങ്ങനെ എല്ലാം ഭയങ്കര രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ആർക്കും പേടിയൊന്നും ആവുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജെറ്റ് സ്കി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല സോറി, ഞങ്ങൾ പാരാസൈലിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ നെക്സ്റ്റ് ജെറ്റ് സ്കി ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ജെറ്റ് സ്കി എന്ന് പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ഫൺ ട്യൂബാണെന്ന്. എൻ്റെ പൊന്നോ, എന്ത് സ്പീഡായിരുന്നു. അവർ പറഞ്ഞു സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ തംസപ്പ് കാണിക്കണം, ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺ കാണിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ 2 കൈയും വിടാൻ പറ്റില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നും കാണിക്കാൻ പറ്റുള്ളൂ. ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിവ്യ, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ എക്സ്പീരിയൻസ്? ഒന്നും കൂടി പറയൂ. നല്ല എക്സ്പീരിയൻസ്. കണ്ടില്ല, കുപ്പളം പോയിട്ട് കണ്ടു പാടില്ല. അടുത്ത് ഞങ്ങൾ ജെറ്റ് സ്കി, ശരിക്കും ജെറ്റ് സ്കി ചെയ്യാൻ പോവാണ്. ജെറ്റ് സ്കി ചെയ്യാൻ പോയ സമയത്ത് നിവ്യ പറഞ്ഞു, എടി ഞാൻ ഫ്രണ്ടിലിരിക്കാം, അതായത് ഞാൻ സെൻറ്ററിലിരിക്കാം, നീ ബാക്കിലിരുന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തെറിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നീ അങ്ങനെ ഇരുന്നോളാം പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നതിന് ശേഷം പുള്ളി വന്ന് മാറ്റിപ്പിച്ചു. പുള്ളി പറഞ്ഞു ഞാൻ ഹെവി ആയതുകൊണ്ട് എന്നോട് നടുക്കിരിക്കണം, നിവ്യാനോട് ബാക്കിലിരിക്കണം എന്ന് പറഞ്ഞു. പണി പാളി. പുള്ളിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങൾ പിടിച്ചിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, അതായത് ഞാൻ പുള്ളിനെ പിടിക്കണം, നിവ്യ എന്നെ പിടിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതായിരുന്നു. എനിക്ക് അതുകൊണ്ട് പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതെൻ്റെ ഫുൾ ടൈം എയറിലായിരുന്നു. നിവ്യയ്ക്കാണെങ്കിൽ എന്നെ പിടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, ഇവളെങ്ങാനും ഇനി തെറിച്ച് വെള്ളത്തിലോട്ട് പോയോ എന്നുള്ള കാര്യം. പിന്നെ ഇടയ്ക്ക് ഇവള് ഒച്ചെടുക്കും, ഇടയ്ക്ക് മിണ്ടാണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു പണി പാളിനെങ്ങാൻ പോയോന്ന്, കാരണം അത്രയും സ്പീഡിലാണ് പോകുന്നുണ്ടായിരുന്നത്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒച്ചപ്പാടും ബഹളം കണ്ടിട്ട് പുള്ളി വിചാരിച്ചു ഇവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം, എന്നാൽ പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് ഇതാക്കിയേക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര സ്റ്റണ്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കിഡ്ലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ തന്നെ ഞാൻ പറയും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫിലൊരു ശരിക്കും നഷ്ടമാണെന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കയാക്കിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളൊരു എന്താ പറയുക, കോർഡിനേഷനിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. കാരണം ഈ സംഭവം ഈ തുഴയാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മുറുക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ബോട്ട് അനങ്ങുകയുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവരങ്ങനെ ഭയങ്കര സേഫ്റ്റി സംഭവങ്ങളൊന്നും പറയില്ല, നിങ്ങളങ്ങോട്ട് പോയിക്കോ, രണ്ടുപേരും ഒരേപോലെ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു ലെഫ്റ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ റൈറ്റിലോട്ട് ബോട്ട് തിരിയും, റൈറ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ബോട്ട് തിരിയും, പിന്നെ നിങ്ങൾക്ക് ബോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലോട്ട് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരുപാട് ദൂരം പോകുന്നില്ല. ഒന്നാമത് മറ്റേ സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഓൾറെഡി ടയേർഡായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരാനുള്ള പ്ലാൻ ആയിരുന്നു നമുക്ക്. അങ്ങനെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുവാണ് ചെയ്തത്. ഗൈസ്, നിങ്ങളിവിടെ മാൽദീവ്സിൽ വരുവാന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യേണ്ടതാണ് ഫൺ ട്യൂബും അതുപോലെ തന്നെ പാരാസൈലിങ്ങും ജെറ്റ് സ്കീയും. അത് നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരിക്കും. ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഞാൻ അത്രയും കിടിലനാണ്. ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഫുൾ വെള്ളം മേത്തായിട്ട് നിറച്ച് മുപ്പുകളൊക്കെ ആയിട്ട് ആകെ മൊത്തത്തിൽ അലമ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയി. അപ്പോഴേക്കും ഇവരൊക്കെ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമുക്ക് ബിക്നി ബീച്ചിലോട്ട് പോവുക എന്നാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അതേലോ, ഇതെല്ലാം അങ്ങോട്ട് പോകണം. അടുത്ത് ഞങ്ങൾ ബിക്കിനി ബീച്ചിൽ പോവുകയാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്.
കുഞ്ഞൂസിന് നല്ല പനിയായിരുന്നു കേട്ടോ. പാവം അവിടുത്തെ വന്നപ്പോൾ പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇടയ്ക്ക് നല്ല രീതിയിൽ പനി കൂടുന്നുണ്ടായിരുന്നു. നീനുവിൻ്റെ അടുത്ത് നിന്നല്ലാതെ അവൾ മാറുന്നുണ്ടായിരുന്നില്ല. അവൾ ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഈ മാഫുഷി എന്ന് പറഞ്ഞ ഈ സംഭവത്തിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്ന ദിവസം നമ്മളത് ഫോട്ടോ ഒന്നും എടുത്തില്ല, കാരണം നമ്മൾ നേരെ ബോട്ടിൻ്റെ അടുത്തോട്ട് പോകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ദൂരം നടന്നു, കുറച്ചധികം ദൂരം അങ്ങോട്ടേക്ക് നടക്കാറുണ്ട് ബിക്കിനി ബീച്ചിലോട്ട്. പിന്നെ മമ്മിയും നീനും അങ്ങോട്ടേക്ക് വന്നില്ല, കാരണം കുഞ്ഞൂസിന് എടുത്തിട്ട് അത്രയും ദൂരം ഒന്നാമത്തെ വരെ അവൾ ആരുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത്രയും ദൂരം നടക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പോൾ പിന്നെ മമ്മിയും നീനും അവിടെ അടുത്ത് തന്നെ വേറെ സ്ഥലത്ത് ഇരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് ബിക്കിനി ബീച്ചിലോട്ട് വന്നു. ഇവിടെ നമ്മൾ ചോദിച്ചു ആക്ച്വലി ഇത് തന്നെയല്ലേ ബിക്കിനി ബീച്ച് എന്ന്. അവർ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ ബിക്കിനി അലോഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ബിക്കിനിയുടെ ചേച്ചിമാരെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് നേരം എൻജോയ് ചെയ്തു. ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നീനും മമ്മിയും കൂടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് വന്നു. അപ്പോൾ അവിടെയാണ് ഈ ആക്ച്വലി ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു ഇവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ കൂടെ നിന്ന് ഇന്നൂസിനും കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ നിന്നു. പിന്നെ നമ്മൾ ഇന്ന് വിചാരിച്ചു പിള്ളേരൊന്നും അവിടെ നിന്ന് കാര്യമായിട്ട് ഹോട്ടലിൽ നിന്നും കാര്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്നലെ വന്ന ആ സെയിം സ്ഥലത്ത് തന്നെ വന്നിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവരുടെ സർവീസൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ വന്നിട്ട് ഡിന്നർ കഴിക്കാം. പപ്പയും മമ്മിയും പറഞ്ഞു അവരവിടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. കാരണം ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഫുഡാണെന്നുണ്ടെങ്കിലും ഇവരുടെ സർവീസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെയും കിടിലനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴായിരുന്നു ഇവിടെ ഇന്ന് പിസ്സയൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് 7 ഇയർ വാങ്ങിക്കണമായിരുന്നു, കാരണം നമ്മുടെ ലാസ്റ്റത്തെ ദിവസമാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് നോക്കലും അങ്ങനത്തെയൊക്കെ ആയിരുന്നു. നമ്മളുടെ ഹോട്ടലിൽ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 1 യൂറോ 2 യൂറോ ഒക്കെ വെച്ചിട്ട് സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മളിതേ ചെക്കൗട്ടൊക്കെ ചെയ്ത് നമ്മുടെ ബാഗും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളിതേ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ ബഗ്ഗിക്ക് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തോട്ട് കൊണ്ട് ചെല്ലും. അപ്പോൾ നമ്മൾ ബഗ്ഗിയൊക്കെ വന്ന് അതിലോട്ട് കയറി അതിന് നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ബോട്ട് അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ബോട്ടിലാണ് നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ലഗേജസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ഇവർ നമുക്ക് കൊണ്ടുതരും, അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഓൾറെഡി നമുക്ക് പാക്ക് ചെയ്തിട്ടൊരു കവറിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളോട് എയർപോർട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് പോയി കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ലൊരു സർവീസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മാൽദീവ്സിൽ പോവാണ് ഗൈസ്. ഞങ്ങളത് ബോട്ടിൽ കയറാൻ പോവാണ്. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. വി ആർ ഗോയിങ്. ബോട്ടിൽ കയറി നമ്മുടെ ലഗേജസൊക്കെ കയറ്റി. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10:15 ആ സമയത്തായിരുന്നു. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 7 മണിക്ക് ആകുമ്പോഴേക്കും പോവാം, കാരണം മറ്റേ ഒരു 2 മണിക്കൂർ മുന്നേ അവിടെ എത്തിയാൽ മതി, 3 അവർ മുന്നേ എത്തേണ്ട സംഭവമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു 7 മണി 7:30 പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തും എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നേരമായപ്പോൾ 7 മണിയായപ്പോൾ വന്നു. 7:30 നമ്മൾ പോയി 8 മണിയൊക്കെ അവിടെ എത്തുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണിതെന്ന് പറയുന്നത്.
വെല്ലാന ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മാൽദീവ്സ് എയർപോർട്ടിന് അങ്ങനെയാണ് പറയണേന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടെ എത്തി, നമ്മുടെ ലഗേജസ് ഒക്കെ ഇറക്കി നമ്മളിനി നമുക്ക് എയർപോർട്ടിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലഗേജസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നു പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഒരു എന്താ പറയുക 3D 4D അങ്ങനത്തെ സംഭവമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു, ഒരു സ്ക്രീൻ പോലത്തെ ഒരു സംഭവമായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് നമുക്ക് തന്നത് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മളുടെ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് മറ്റേ ഡ്യൂട്ടി പെയ്ഡ് പോലത്തെ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നോക്കുമായിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ മാൽദീവ്സ് ട്രിപ്പ് കഴിഞ്ഞത് നമ്മൾ എയർപോർട്ടിലാണ്, നമ്മൾ പോവാണ്. അങ്ങനെ ഇനി ബാക്ക് ടു കൊച്ചി. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞു, നല്ല ട്രിപ്പായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രയും ഓപ്ഷൻസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്നും ഒരു 2 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ, പിള്ളേരുടെ കൂടെ ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫുൾ ടൈം ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ഫ്ലൈറ്റിൽ കയറുകയാണ്. നമ്മൾ മാൽദീവ്സിൽ നിന്ന് പോവാണ്. അടിപൊളി ഒരു കൺട്രി ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞ പോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ട് ട്രിപ്പായിരുന്നു, ഇപ്പോഴെങ്ങും പോകണമെന്ന് വിചാരിച്ചതായിരുന്നില്ല. അപ്പോൾ എന്തായാലും അടിപൊളി നമുക്ക് എക്സ്പീരിയൻസ് തന്ന കുറേ കാഴ്ചകൾ, നല്ലൊരു കൺട്രി ആയിരുന്നു. ഒരു പീസ് എൻ്റെ മനസ്സിലെടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഒന്നും കൂടി വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കൺട്രിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതാണ്ട് ഒരു ഹോട്ടലിൽ നിന്ന് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ബ്രെഡും സോസേജ് അതുപോലെ തന്നെ വെജീസ് എഗ്ഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാൽദീവ്സിലേക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു. ഞാൻ ഇപ്പോഴെങ്കിലും പോകണമെന്ന് വിചാരിച്ചൊരു കൺട്രി ആയിരുന്നില്ലെങ്കിൽ കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു. കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരുടെ നേച്ചറും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽദീവ്സ് സിറ്റിയിലും അതുപോലെ തന്നെ ഐലൻഡിലുള്ള ആൾക്കാരുടെയൊക്കെ ക്യാരക്ടർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. എന്തായാലും നമ്മൾ ഐലൻഡിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു നേച്ചറും അവരുടെ സർവീസും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കൊച്ചിയിലെത്തി. അപ്പോൾ നമ്മൾ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. മാൽദീവ്സിൻ്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഉള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സും ട്രാവൽ ചെയ്ത അനുഭവങ്ങളും എല്ലാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ കൂടുതൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.